കൊച്ചിയിലെത്തിയ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ ടൂറിസ്റ്റ് ബോട്ട് ഉടമകൾക്കെതിരെ കേസ്. മറൈൻ ഡ്രൈവിൽ സർവീസ് നടത്തുന്ന മരിയ ടൂറിസ്റ്റ് ബോട്ട് ഉടമയ്ക്കെതിരെയാണ് കേസെടുത്തത്. കോഴിക്കോട് നിന്നെത്തിയ 72 അംഗ സംഘം ബോട്ടിൽ നിന്ന് ഉച്ചയൂണ് കഴിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത് ഈ ഉച്ചയൂണിൽ നിന്നാണ് എന്നിപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണോ? കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണിപ്പോൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ആരോഗ്യസ്ഥിതിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ സംഗതി. ഇന്നലെ ഈ കുട്ടികൾ ഈ ഒരു ടൂറിസ്റ്റ് ബോട്ടിൽ സഞ്ചരിച്ച സമയത്താണ് ഇതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉച്ചയൂണാണ് ഈ ഒരു ബോട്ടിൽ നിന്ന് കഴിച്ചത്. ഇതിൽ നൽകിയ മോരുകറിയിൽ നിന്നാണ് ഈ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതേ തുടർന്നാണ് ഇപ്പോൾ ബോട്ടുടമയ്ക്കെതിരെ ഇപ്പോൾ കേസെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. മൊത്തം 76 പേരായിരുന്നു ഈ ഒരു ബോട്ടിലുണ്ടായിരുന്നത്. 52 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും അടക്കമുള്ളവരാണ് ഈ ഒരു ബോട്ടിലുണ്ടായിരുന്നത്. ഈ ബോട്ടിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നും ഇവർ കാര്യമായ ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഇവർ ഈ ഒരു ടൂറിസ്റ്റ് ബോട്ടിലെ ഒരു സഞ്ചാരം കഴിഞ്ഞ് തിരികെ എത്തിയതിന് പിന്നാലെയാണ് ഇവർ പലർക്കും ഛർദിയും വയറിളക്കവും അടക്കം അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ പ്രധാനമായി ഈ മോര് കൂട്ടി ഭക്ഷണം കഴിച്ച കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അടക്കമുള്ളവർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഈ കുട്ടികൾ ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് ഇപ്പോൾ അവരെ വീടുകളിലേക്ക് മടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആരുടെയും ആരോഗ്യനിലയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എന്തായാലും ആശ്വാസകരമാണ്. എന്തായാലും ഈ ഒരു ഭക്ഷണം പാചകം ചെയ്തതും അത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. പ്രധാനമായും ഈ ബോട്ടുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം അത് പലപ്പോഴും വെളിയിൽ നിന്നും മറ്റു ഹോട്ടലുകളിൽ നിന്നും മറ്റും ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ് പതിവ്. അത്തരത്തിൽ തന്നെയാണോ ഇതിൽ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ബോട്ടുടമയ്ക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്.